ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നത്തെയും പോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഇതേ വിളക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് സ്കന്ദഷഷ്ടി വായിക്കുന്നത്, അപ്പോൾ ആ സ്കന്ദഷഷ്ടി വായിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ വെറുതെ ഒരു ബുക്കാണ് ഇല്ലെങ്കിൽ അത് സ്കന്ദഷഷ്ടി എന്തിനാണ് വായിക്കുന്നതെന്നൊന്നും അറിയാതെ നമ്മൾ വായിച്ചു പോകരുത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഭൂമിയിൽ ജനിച്ചതും നമ്മൾ ഓരോന്ന് കഷ്ടപ്പെടുന്നതും എല്ലാം ഭഗവാന്റെ നിശ്ചയമാണെങ്കിലേ. നമ്മളിപ്പോൾ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ദുഃഖത്തിലിരിക്കുകയാണെങ്കിലും എന്തൊരു കഷ്ടം തരികയാണെങ്കിലും എല്ലാം ഭഗവാൻ നമുക്ക് തരുന്നതാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത പാപങ്ങളാണെന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയാറില്ലേ, അയ്യോ ഞാൻ എന്ത് പാപമാണാവോ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത്, ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നല്ലോ, ഇത്രയും കഷ്ടങ്ങൾ തരുന്നല്ലോ ദൈവമേ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറില്ലേ. അത് മൊത്തം നമ്മുടെ തീർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കന്ദഷഷ്ടി കവചം വായിക്കുന്നത് കേട്ടോ. കന്ദഷഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്ദൻ എന്ന് പറയുന്നത് മുരുകൻ്റെ ഒരു പേരാണ് കേട്ടോ. അപ്പോൾ കന്ദഷഷ്ടി കവചം, അപ്പോൾ നമ്മൾ ഷഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ 6 കവചമാണത്. അപ്പോൾ 6 കവച ബുക്കുകളുണ്ട് സ്കന്ദഷഷ്ടി കവചത്തിൽ. അതിൽ നമ്മൾ പറയുന്നത് 6 എണ്ണത്തിൽ ഒരെണ്ണമാണ് തിരുച്ചെന്തൂരത്തെ കവചം എന്ന് പറയുന്നത്. അതാണ് ഈ സ്കന്ദഷഷ്ടി കവചം എല്ലാവരും ഇപ്പോൾ വായിച്ചു പോകുന്ന ബുക്ക് കേട്ടോ. ഞാനിപ്പോൾ കുറേ ബുക്കുകളൊക്കെ അയക്കുന്നുണ്ട്. അത് മൊത്തം ഈ സ്കന്ദഷഷ്ടി കവചം തിരുച്ചെന്തൂരെന്ന് വിചാരിച്ചിട്ട് എഴുതിയൊരു ബുക്കാണ് കേട്ടോ. ഇതേപോലെ 6 ബുക്കുകളുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടും നമ്മൾ മുരുക ഭഗവാനെ വിചാരിച്ചിട്ടും നമ്മുടെ കൂടെ വരും, നമ്മൾ എവിടെ വിളിച്ചാലും ഭഗവാൻ കൂടെ വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ബുക്ക് വായിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു ഭാഗത്ത് ഏത് കഷ്ടമായാലും ശരി സന്തോഷമായാലും ശരി മുരുക എന്ന് വിളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ ഇങ്ങോട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കന്ദഷഷ്ടി കവചം വായിക്കുന്നത്. ഇത് രാവിലെയും വൈകുന്നേരവും നമ്മൾ വായിച്ചാൽ അത്രയും നല്ലതാണ്. അതേപോലെ തന്നെ ഏത് ഭാഗത്തിരുന്ന് നിങ്ങൾക്ക് വായിക്കാം, വെളിയിലോ പുറത്തോ അടുക്കളയിലോ എവിടെ ഇരുന്ന് വായിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഒരു കാപ്പാണ് കേട്ടോ. തുതിപ്പോർക്ക് വൽവിനൈപ്പോം തുമ്പം പോം നെഞ്ചിൽ പതിപ്പോർക്ക് ശെൽവം പലിത്ത് കതി തൂങ്കും നിഷ്ഠയം കൈകൂടും നിമലരുർ കന്ദഷഷ്ടി കവചം തനൈ അമരർ ഇടത്തീര അമരം പുരിന്ത കുമരനടി നെഞ്ചേ കുറി. ഇതാണ് ഒരു കാപ്പ്. ഇത് ഈ 6 ബുക്കുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ 6 ബുക്കിലും മെയിനായിട്ട് ഫസ്റ്റ് വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതായിട്ട് ഈ ഒരു ലൈൻസാണ് കേട്ടോ വരിക. ഈ ലൈൻസിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചൊല്ലുന്നവർക്ക് എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഇല്ലാണ്ടാവും. അതേപോലെ തന്നെ നെഞ്ചിൽ പതിപ്പോർക്ക് ശെൽവം പലിത്ത് കതിത്തോങ്കും നിഷ്ഠയം കൈകൂടും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ബൈഹാർട്ടായിട്ട് പഠിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈഹാർട്ടായിട്ട് നമുക്ക് ചൊല്ലാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സെൽവം വേണമെങ്കിലും ദൈവം കൈകൂടും, അതായത് നമുക്ക് കയ്യിൽ കിട്ടുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കന്ദഷഷ്ടി കവചം നമുക്ക് ബൈഹാർട്ടായിട്ട് പഠിക്കാനും വായിക്കാനും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് കിട്ടുന്നു എന്നാണ് കേട്ടോ അർത്ഥം. അമരർ ഇടർത്തീര കുമരം പുരിന്ത കുമരനടി നെഞ്ചിക്കുറി എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് ദേവന്മാരുടെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ദുരിതങ്ങൾ തീർക്കാനടക്കം ഭഗവാന് പറ്റുമെന്നാണ് അതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ അർത്ഥങ്ങളാണ് എനിക്ക് അറിയാവുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ലൈൻസിനെ കുറിച്ചിട്ടുള്ളത് നാളെ പറഞ്ഞുതരാം. കമൻറ്റിൽ ഇതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.